ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഓട്ടോ ബ്ലോഗ് ചാനൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ കാറുകളുടെ കാര്യമൊക്കെ കേൾക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ചും പാകിസ്ഥാനിലെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാറുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനകത്ത് കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് കാണുക. നമ്മുടെ ഇന്ത്യയിൽ ഒരു മാസം ഏകദേശം 4 ലക്ഷം കാറുകൾ വിൽക്കുന്നുണ്ട് എന്നാണ് വിവരം. അല്ല, അതിനാണ് സത്യം. പക്ഷേ പാകിസ്ഥാനിൽ ഏകദേശം 20,000 കാറുകൾ മാത്രമേ ഒരു മാസം വിൽക്കുന്നുള്ളൂ. അത് തമ്മിലുള്ള വ്യത്യാസം അതാണ്. പിന്നെ പാകിസ്ഥാനിൽ ഒരു പെട്രോൾ 1 ലിറ്ററിന്റെ വില 335 രൂപയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 114 ആണെങ്കിൽ അവിടെ 335 ആണ്. ഏകദേശം 3 ഇരട്ടിയോളം വില കൂടുതലാണ് ഓരോ കാര്യത്തിനും. അതായത് പാകിസ്ഥാനിലെ രൂപയുടെ മൂല്യച്യുതിയാണ്, മൂല്യം വളരെ കുറവാണ്. കമ്പയർഡ് ടു ഇന്ത്യ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. പാകിസ്ഥാനികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബ്രാൻഡുകൾ നമ്പർ 1 സുസുക്കിയാണ്. ജപ്പാനിലുള്ള സുസുക്കി മോട്ടോർ തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ ആണെങ്കിൽ ടൊയോട്ടയാണ്. മൂന്നാമത്തെ ആണെങ്കിൽ ഹോണ്ടയാണ്. അത് ബ്രാൻഡിന്റെ കാര്യമാണ്. ഇനി നമുക്ക് ടോപ്പ് 6 കാറുകൾ ഇവിടെ എടുക്കാം. ആറാമത്തെ കാർ ഏതാണ്? ആറാമത്തെ കാറ് SUV ആണ്. ആ കാറിന്റെ പേരാണ് ടൊയോട്ട ഫോർച്യൂണർ. അതായത് പാകിസ്ഥാനിൽ ഒരു മാസം ഏകദേശം 800 തൊട്ട് 1100 വരെ ഫോർച്യൂണറുകൾ ഒരു മാസം ഓൾ ഓവർ പാകിസ്ഥാനിൽ ഇറങ്ങുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഏകദേശം കഴിഞ്ഞ മാസമൊക്കെ ആണെങ്കിൽ പാകിസ്ഥാനിൽ 552 കാറുകൾ മാത്രമാണ് ഇറങ്ങിയത്. പാകിസ്ഥാനിൽ അതിന് മുന്നത്തെ മാസമാണെങ്കിൽ ഏകദേശം 852 വാഹനങ്ങളാണ് ഫോർച്യൂണറിൻ്റെതായിട്ട് ഇറങ്ങിയത്. അപ്പം ആ രീതിയിലാണ് ഫോർച്യൂണറിന്റെ കാര്യം പാകിസ്ഥാനിൽ പോകുന്നത്. അഞ്ചാമത്തെ ഹവൽ എന്നുള്ള കമ്പനി, അതായത് ചൈനീസ് ബ്രാൻഡാണ്. ചൈനയായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന രാജ്യം പാകിസ്ഥാനാണ്. അപ്പൊ ഹവൽ എന്നുള്ള കാറിന്റെ സാസ്ഗർ എന്നുള്ള SUV ആണ്. ഈ SUV ഏകദേശം നമ്മുടെ MG ഹെക്ടർ പോലെയൊക്കെ ഫ്രണ്ട് ഒക്കെ ഇരിക്കും, പുറകെ ഏകദേശം നമ്മുടെ ഫോർച്യൂണർ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു കാറാണ്. 1249 വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം പാകിസ്ഥാനിൽ ഇറങ്ങിയത്. ഏകദേശം 1000-നും 1300, 1500 അല്ലെങ്കിൽ 800 ആ ഒരു ലെവലിലാണ് ഈ ഒരു സാസ്ഗർ എന്നുള്ള കാറ് പാകിസ്ഥാനിൽ ഇറങ്ങിയത്. സോ നമ്പർ 6 ഫോർച്യൂണർ വന്നു. നമ്പർ 5 നമ്മൾ ഇവിടെ ഇല്ലാത്ത കാറാണ്, ഹാവലിന്റെ സാസ്ഗർ എന്നുള്ള SUV ആണ്. നാലാമത്തെ ആണെങ്കിലോ നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാറാണ് കേട്ടോ. ഏതൊക്കെയാണ്? സുസുക്കി സ്വിഫ്റ്റ് ആണ് നാലാമത്തെ. അതായത് സുസുക്കി സ്വിഫ്റ്റിന്റെ വില എത്രയെന്ന് കേട്ടാൽ നമുക്ക് അതിശയം വരും. സുസുക്കി സ്വിഫ്റ്റ് നമുക്ക് ഇവിടെ AMG ആണെങ്കിൽ അവിടെ CVT ആണ് കേട്ടോ. CVT സ്വിഫ്റ്റിന് 48 ലക്ഷം രൂപയാണ് അവിടെ വില. നമ്മുടെ ഇവിടെ ഇപ്പൊ ഇറങ്ങിയ കാറല്ല, അതിനു മുന്നേ ഉള്ള ജനറേഷൻ കാറാണ് അവിടെ വരുന്നത്. നമ്മുടെ ഇവിടെ 7 ലക്ഷം രൂപയുടെ കാറിന് അവിടെ 48 ലക്ഷം രൂപയാണ് വില. സ്വിഫ്റ്റ് ഹാച്ച് ബാക്കിന് അവിടെ കഴിഞ്ഞ മാസം ഇറങ്ങിയ 1656 കാറാണ്. ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 1000 തൊട്ട് 2000 വരെ കാറുകളാണ് ഒരു മാസം സ്വിഫ്റ്റ് ഓൾ ഓവർ പാകിസ്ഥാനിൽ ഇറങ്ങുന്നത്, അല്ലെ? ഇന്ത്യയിലാണെങ്കിൽ ഒരു 12 തൊട്ട് 14,000 ഒരു കണക്കിൽ വരും. വില ഏകദേശം മാക്സിമം ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും ഒരു 11 ലക്ഷത്തിനുള്ളിൽ നിൽക്കും, അല്ലെ? ഇനി മൂന്നാമത്തെ സ്ഥാനം ആരെന്ന് അറിയണ്ടേ? ഹോണ്ട സിറ്റി അല്ലെങ്കിൽ സിവിക് ആണ്. സെഡാൻ ആണ്. 1952 കാറുകൾ ഓൾ ഓവർ പാകിസ്ഥാൻ. ഹോണ്ട സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലും അത്രയൊക്കെ ഇറങ്ങുന്നുള്ളൂ, അല്ലെ? പക്ഷെ വില നോക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടും. ടോപ്പ് എൻഡ് ഹോണ്ട സിറ്റിയുടെ വില 60 ലക്ഷം 65 ലക്ഷമാണ്. ഇന്ത്യയിലാണെങ്കിലോ ഒരു 18 ലക്ഷത്തിൽ നിൽക്കും, അല്ലെ? 18-19 ലക്ഷം. അതായത് അതിന്റെ 3 ഇരട്ടിയിൽ കൂടുതൽ വില. അതിന്റെ പൈസയുടെ മൂല്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഹോണ്ട സിവിക് ആൻഡ് സിറ്റിയാണ് മൂന്നാം സ്ഥാനത്ത് പാകിസ്ഥാനികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാറ്. രണ്ടാം സ്ഥാനം ഏതാണ്? ഒന്നാം സ്ഥാനമൊക്കെ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും കേട്ടോ. രണ്ടാം സ്ഥാനം ടൊയോട്ട കൊറോളയാണ്, അല്ലെങ്കിൽ യാരിസ് എന്നൊക്കെ പറഞ്ഞ കാറാണ്. കൊറോള യാരിസ്. അതായത് കഴിഞ്ഞ മാസം 2685 കാറാണ് യാരിസിൻ്റെതായിട്ട് വിറ്റുപോയത്. ടൊയോട്ടയുടെ ഇപ്പൊ നമ്മൾ 2 കാറ് കണ്ടു, ഒന്ന് ഫോർച്യൂണറും ഒന്ന് യാരിസ് ആണ്. അതായത് 2000-നും 3000-നും ഇടയിലൊക്കെ കാറുകളാണ് വിറ്റ് പോകുന്നത്, അല്ലെ? ഒരു സെഡാൻ കാറാണ് ടൊയോട്ട കൊറോള. ഒന്നാം സ്ഥാനം നമ്മുടെ ആൾട്ടോ ആണ്, സുസുക്കി ആൾട്ടോയാണ്. ഇന്ത്യയിൽ ഇറങ്ങുന്ന ആ മോഡൽ അല്ല കേട്ടോ. സുസുക്കി ആൾട്ടോയുടെ ഒരു രൂപമൊക്കെ വ്യത്യാസമുണ്ട്. ഏകദേശം ജപ്പാനിൽ ഇറങ്ങുന്ന സെയിം ആകൃതിയൊക്കെ സെയിം ആണ്. പക്ഷെ അതിന് ബോഡി ക്വാളിറ്റി പറ്റ ലോയാണ്. അതുപോലെ തന്നെ സേഫ്റ്റി ടോപ്പ് എൻഡിലൊക്കെയാണ് 2 എയർ ബാഗ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതിന് എയർ ബാഗ് ഇല്ല. അതുപോലെ 660 cc മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ 1000 അല്ലേ, അവിടെ 660 ഉള്ളൂ.
എൻട്രി ഹാച്ച് ബാക്ക് ആണ്. കഴിഞ്ഞ മാസം 5964, ഏകദേശം 7000-നും 5000-നും ഇടയിൽ മാത്രമാണ് ആൾട്ടോ വിൽക്കുന്നത്. സോ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാകിസ്ഥാനികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാർ ഏതാണ്? ആൾട്ടോയാണ്. അപ്പോൾ ആൾട്ടോയുടെ രൂപമൊക്കെ നിങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടില്ലേ, ഈ രീതിയിലാണ്. ജപ്പാനിൽ ഇറങ്ങുന്ന അതേ ആകൃതിയാണെങ്കിലും ഇതിന് സേഫ്റ്റി വളരെ കുറവാണ്. അതുപോലെ തന്നെ CC പവർ വളരെ കുറവാണ്. എന്നാലും ഈ പവർ കുറവായതുകൊണ്ട് എന്താണ് മൈലേജ് കിട്ടും. പിന്നെ ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. 30 ലക്ഷം രൂപയാണ് ആൾട്ടോയുടെ ബേസ് മോഡലിന്. 30 ലക്ഷം രൂപയാണ്. അതായത് ഇന്ത്യയിൽ ഏകദേശം 4 ലക്ഷത്തിനൊക്കെ കിട്ടുന്ന കാറ് അവിടെ 30 ലക്ഷത്തിനാണ്. അപ്പൊ അത്രയും മൂല്യച്യുതിയാണ് അവിടുത്തെ കാറുകൾക്ക് വന്നിരിക്കുന്നത്. സോ നമ്മുടെ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോകളും അതിനിടയിൽ നമ്മുടെ പ്രധാനപ്പെട്ട കാറുകളുടെ വീഡിയോയും, കാറുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചരിത്ര വീഡിയോകളും ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.